ഇന്ന് ഞാൻ പത്രം വായിച്ചപ്പോൾ നമ്മുടെ കേരളം കണ്ട ഒരു നവോത്ഥാന നായകനായിരുന്ന ചട്ടമ്പി സ്വാമികളുടെ 102ാം ഓർമ്മ ദിനമാണ് എന്ന് വായിക്കുകയുണ്ടായി. ഞാനത് പ്രത്യേകം ഓർക്കുന്നത് അനേകം പേരുടെ പല കാര്യങ്ങളോടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും വൈദിക സെമിനാരി ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രമത്തിൻ്റെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഒരു ബന്ധമൊക്കെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്വൈത ചിന്തയുടെ സമാഹാരം, അതിനെക്കുറിച്ചുള്ള ഒരു അപ്രൈസൽ എഴുതുകയായിരുന്നു എൻ്റെ സെമിനാരിയിലെ 4ാം വർഷത്തെ തീസീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തോട് എന്തോ ഒരു അടുപ്പം മനസ്സിനകത്തുണ്ട്. ഭഗവത്ഗീതയും അദ്വൈത ചിന്തയും മാത്രമല്ല, ഖുറാനും ബൈബിളുമൊക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ച് അതിൽ നിന്നെല്ലാം ആശയങ്ങൾ കൊണ്ടുകൊണ്ട് കൃതികൾ രചിച്ച ഒരു മഹാനുഭാവനാണ് ശ്രീ ചട്ടമ്പി സ്വാമികളെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, അദ്ദേഹത്തെ എല്ലാവരും വാഴ്ത്തി പുകഴ്ത്തുന്നത് കാരുണ്യമാണ് മതം എന്ന് പഠിപ്പിച്ച ഒരു മനുഷ്യനാണ്. കാഷായ വസ്ത്രങ്ങളൊന്നുമില്ലാതെ നാട് മുഴുവൻ ചുറ്റി നടന്ന് മതബോധനങ്ങൾ നടത്തുന്നതോടൊപ്പം സമൂഹത്തിൽ മനുഷ്യൻ നടത്തേണ്ടതായ കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ ശക്തമായി പ്രഭാഷണം നൽകുകയും പ്രവൃത്തിപഥത്തിൽ അത് വരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ നമുക്ക് പരിമല തിരുമേനി മുതൽ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയും പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയും തുടർന്ന് ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, സ്തേഫാനോസ് മാർ യൂസേബസ് തിരുമേനി, ഇങ്ങനെ അനേകം ആളുകൾ കാരുണ്യമാണ് മതമെന്ന് മനസ്സിലാക്കി പ്രചരിപ്പിച്ച വ്യക്തിത്വങ്ങളാണെന്ന് നമുക്കറിയാം. ഇത് ഞാൻ പറയുന്നതിന് കാരണം, ഇന്ന് നാം എല്ലാവരും സമൂഹത്തിൻ്റെ വലിയ ധാർഷ്ട്യത്തിൻ്റെ ഇരകളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സമദാനി ഇവിടെ വന്നപ്പോൾ, ഇന്നലെ രാത്രിയിലാണ് വന്നത്, ഒരു ഹോട്ടലിലാണ് താമസിച്ചതെന്ന് പറഞ്ഞു. വല്ലതും കഴിച്ചു കാണുമോ എന്ന് ഒരു സംശയമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു. കാരണം ഇന്ന് ഹോട്ടലിലൊന്നും ഭക്ഷണം കിട്ടാനില്ല. പശ്ചിമേഷ്യയിലാണ് യുദ്ധം നടക്കുന്നത്. പക്ഷേ അതിന് തിക്ത അനുഭവം കോട്ടയത്തും കേരളത്തിലും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോക മനസ്സാക്ഷിക്കൊരു മാറ്റമുണ്ടാവേണ്ടത് ആവശ്യമല്ലേ എന്ന് ചിന്തിച്ചുപോയി. ആ സമയത്താണ് ചട്ടമ്പി സ്വാമികളുടെ കുറിച്ച് വായിച്ചത് ഓർമ്മ വന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു, ഒരു വാർപ്ലെയിൻ അത് ഏതെങ്കിലും ഒരു ഡ്രോൺ കൊണ്ടോ അല്ലെങ്കിൽ മിസൈൽ കൊണ്ടോ താഴെ വീഴുമ്പോൾ പ്ലെയിനിൻ്റെ വില $165 ബില്യനാണ്. മിസൈലിൻ്റെ വില അതിനോടടുത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം.
ഇപ്പം എത്രമാത്രം സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്ന ഒന്നാണ് ഈ യുദ്ധങ്ങൾ എന്നുള്ളത്. അത് ഒരെണ്ണമാണെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് പശ്ചിമേഷ്യൻ യുദ്ധം മാത്രമല്ല, മറ്റ് പലയിടങ്ങളിലായിട്ട് എന്തുമാത്രമാണ് നമ്മുടെ സാമ്പത്തിക മേഖല നശിച്ചുകൊണ്ടിരിക്കുന്നു, ആർക്കും ഒരു പ്രയോജനവുമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾക്ക് അവരുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഒരു സമാശ്വാസനം, ഒരു സന്തോഷമുണ്ടാകുന്നതിന് മാത്രമാണ്. എത്ര കോടി ബില്യൺ ഡോളറാണ് എല്ലാ ഭാഗത്തും, രണ്ട് ഭാഗത്തുമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് ഇസ്രയേലിനായിരുന്നാലും അമേരിക്കയ്ക്കായിരുന്നാലും ഇറാനായിരുന്നാലും റഷ്യക്കായിരുന്നാലും ഉക്രൈനായിരുന്നാലും എവിടെയെല്ലാം ഈ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുവോ അവിടെയെല്ലാം വർഷങ്ങളോളം ശ്രമിച്ചാൽ പുതുക്കിപ്പണി നടത്തുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ഇതേ സമയത്ത് ആഫ്രിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ പട്ടിണി മരണങ്ങൾ അനേകമായി നടന്നുകൊണ്ടിരിക്കും. എത്രയോ സ്ഥലങ്ങളിലാണ് നമ്മൾ പത്രദ്വാര അറിയുന്നുണ്ട് മാൽന്യൂട്രീഷൻ അഥവാ പോഷകാഹാരക്കുറവ് കൊണ്ട് അനേകം ആളുകൾ മരിക്കുന്നു. ദൈനംദിന ആഹാരത്തിന് വശമില്ലാതെ എത്രയോ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നു. ഭവനങ്ങളില്ലാതെ നിരത്തുകളിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ടത്. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ സഞ്ചരിക്കുമ്പോഴും അങ്ങനെയുള്ളവരെ നിരത്തുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വികസിത രാജ്യങ്ങളിലോ വികസ്വര രാജ്യങ്ങളിലോ ഇത് ഒരപവാദമല്ല എന്നിരിക്കെ ലോക മനസ്സാക്ഷിക്ക് മുഴുവൻ ഒരു മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമല്ലേ എന്ന് ഉറക്കെ ചിന്തിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. വസുദൈവ കുടുംബകമെന്ന് പ്രപഞ്ചത്തെ മുഴുവനായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യയും അതിൻ്റെ 35% വരുമാനം ഡിഫൻസിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്നുള്ളത് നഗ്ന സത്യമാണ്. വി ആർ എ ഗ്ലോബൽ ഫാമിലി എന്ന് ഉദ്ഘോഷിക്കുന്ന യൂറോപ്പ് പാശ്ചാത്യ രാജ്യങ്ങൾ ആ ഗ്ലോബൽ ഫാമിലി എന്നുള്ളതിൻ്റെ നാശം വരുത്തത്തക്ക രീതിയിൽ നാശോന്മുഖമായിട്ട് പരസ്പരം മല്ലടിച്ച് സ്വയം നശിച്ചു തീരുന്നു എന്നുള്ളതാണ്. ഇത് രാഷ്ട്രങ്ങളുടെ മാത്രം കാര്യമല്ല, മതങ്ങളുടെയോ മറ്റ് സഭകളുടെയും മതങ്ങളുടെയും ഒക്കെയും ഇടയിൽ അസമാധാനം നിലനിൽക്കുന്നു. സത്യം മനസ്സിലാക്കുവാനോ സത്യത്തിനു വേണ്ടി ജീവിക്കുവാനോ സാധ്യമല്ലാതെ സത്യത്തെ മൂടിവെച്ച് അസത്യത്തിന്, അനീതിക്ക് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്ന പ്രവർത്തന ശൈലികൾ ലോകരാഷ്ട്രങ്ങളിലും അതിൻ്റെ പരിച്ഛേദമെന്നുള്ള രീതിയിൽ സഭകളിലും മതങ്ങളിലുമെല്ലാം നിലനിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കുവാൻ സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് ഒരു ഷിഫ്റ്റ് ഇൻ എംഫസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥിതിക്ക് വ്യത്യസ്തമായിരിക്കുന്ന ഒരു മാറ്റം നമ്മുടെ വീക്ഷണത്തിലെ ഊന്നലുകളുടെ മാറ്റമാണ് ഉണ്ടാവുന്നത്.
നമ്മുടെ വീക്ഷണത്തിലെ ഊന്നലുകൾ ഇപ്പോഴും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന കാട്ടുനീതിയാണ്. ആ കാട്ടുനീതി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സർവൈവൽ ഓഫ് ദ ലീസ്റ്റ്, സർവൈവൽ ഓഫ് ദ ലോവസ്റ്റ് എന്നുള്ളതിലേക്ക് ഒരു മാറ്റമുണ്ടാകുവാനായിട്ട് മനുഷ്യ മനസ്സാക്ഷിക്ക് ഇടയാവണമെന്നുള്ളതാണ്. അത് നാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളതായ വീക്ഷണത്തിലാണ് ഇവിടെ കാരുണ്യ പ്രവർത്തനത്തിനൊക്കെ ഒരു പരിധി വരെ സാങ്കത്യമുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ഒന്നുമില്ലാത്തതിനേക്കാൾ അല്പമെങ്കിലും എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പോലെ മാത്രമേ അതിനെ കണക്കാക്കാനൊക്കെയുള്ളൂ. എന്നാൽ സമഗ്രമായിരിക്കുന്ന മനസാക്ഷിയുടെ മാറ്റമുണ്ടാവാതെ നാശത്തിൽ നിന്ന് അഥവാ രാഷ്ട്രനിർമ്മിതിയിൽ നിന്ന് രാഷ്ട്രനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാവണം. അത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മത നേതാക്കളായിരുന്നാലും രാഷ്ട്ര നേതാക്കന്മാരായിരുന്നാലും ഈയൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം ലോകത്തിൽ ഉണ്ടാകുമോ? ഉണ്ടാവണം. ഈ സമൂഹം നിലനിൽക്കണമെങ്കിൽ, ഈ സമൂഹം പോരടിച്ച് നശിക്കാതെ നിലനിൽക്കണമെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ഭാവം ഉണ്ടായെങ്കിലേ സാധിക്കും. അതിന് നാം എല്ലാവരും പ്രാർത്ഥിക്കുകയും അതിന് നമ്മാൽ കഴിയുന്നതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. സാധാരണമായി നമ്മുടെ നാട്ടുഭാഷയിൽ പറയുമോ, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ലോകം മുഴുവൻ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും നമുക്കടുത്തുള്ളവർക്ക് അവരുടെ കണ്ണീരൊപ്പാൻ നമ്മെക്കൊണ്ട് സാധിക്കുമ്പോൾ അതൊരു വലിയ കാരുണ്യത്തിൻ്റെ മതമായി മാറും. അങ്ങനെയുള്ള ഒരു മാറ്റം ആർജവത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും സംസ്ഥാപനത്തിനുള്ളതായ മതമെന്ന് മാറി കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മതമായുള്ള മാറ്റം ലോകത്തിനുണ്ടാകണമെങ്കിൽ നാം ഒരുമിച്ച് ശ്രമിക്കുകയും നമ്മെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ സന്ദേശം ചെറുതായിരിക്കാം, പക്ഷേ ഇതിനു മുമ്പ് തുടങ്ങിവെച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളും മതനേതാക്കളുമൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അല്ലെങ്കിൽ അതിന് മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചതെല്ലാം ഇന്നും സഭയിലും സമൂഹത്തിലും മാറ്റൊലിക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്തെങ്കിലും മാറ്റങ്ങൾ ചെറുതായ രീതിയിൽ എവിടെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ അത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്കും അത്തരത്തിലുള്ള ഒരു പ്രചോദനത്തിനും അത്തരത്തിലുള്ള നമ്മുടെ ഒരു സംഭാവനയ്ക്കും കാരണമായി തീരണം. നാം ശ്രമിച്ചാൽ അത് ചെറുതാണെങ്കിലും വലുതായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ കൃപകളും ദൈവം തമ്പുരാൻ ചൊരിയുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.